പ്രാർത്ഥനയ്ക്ക് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ, നമ്മൾ ഒരു കുപ്പി നിറച്ച് നല്ല കലക്ക വെള്ളം, അതായത് ഒത്തിരി മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളമെടുക്കുക. എന്നിട്ട് ആ വെള്ളം ഒരു ചരൽ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. നമുക്കറിയാം, എന്നിട്ട് നമ്മൾ താഴെ നമ്മുടെ ആ കുപ്പി പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ മലിനജലമായിരിക്കത്തില്ല താഴെ വീഴുന്നത് വളരെ തെളിഞ്ഞ വെള്ളമായിരിക്കും. ആ മലിനമായ സാധനങ്ങൾ അല്ലെങ്കിൽ മലിനപ്പെട്ടിരുന്ന ആ അഴുക്കുകളൊക്കെ എവിടെ പോയി? നമ്മൾ ചരലിൻ്റെ മുകളിൽ ഒഴിച്ചത് മലിന ജലം, അതായത് അഴുക്ക് പിടിച്ച ജലമായിരുന്നു. എന്നാൽ താഴെ വന്നപ്പോൾ വളരെ തെളിഞ്ഞ ജലമാണ് നമുക്ക് കിട്ടിയത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒഴിച്ച മലിന ജലത്തിൽ മലിനമായി കിടന്നതെല്ലാം ആ ചരലിൽ തങ്ങി, ചരൽ അതിനെയെല്ലാം മാറ്റി പിടിച്ചു നിർത്തിയിട്ട് താഴെ ശുദ്ധമായ ജലമാണ് നമുക്ക് നൽകിയത്. അപ്പോൾ താഴെ ആ വെള്ളം ഒഴുകി വന്നപ്പോൾ നമ്മൾ ഒഴിച്ച അത്രയും വെള്ളം താഴെ നമുക്ക് ലഭിക്കത്തില്ല. നമ്മൾ ഒഴിച്ചത് ഒരു കുപ്പി നിറച്ചാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നത് താഴെ വരുമ്പോൾ അര കുപ്പിയോ അല്ലെങ്കിൽ മുക്കാൽ കുപ്പിയോ ലഭിക്കത്തുള്ളൂ. ബാക്കി മലിനമായി കിടന്നതെല്ലാം ആ ചരൽ അതിനെ അരിച്ച് നീക്കിയാണ് നമുക്ക് ശുദ്ധജലം തരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അനേക മാലിന്യങ്ങളുണ്ട്. അത് നമ്മുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ സംസാരത്തിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതത്തെ മലിനപ്പെടുത്താറുണ്ട്. ഇങ്ങനെ നമ്മളെ മലിനപ്പെടുത്തുന്ന പലതും പ്രാർത്ഥനയിലൂടെ നമുക്ക് ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. നിരന്തരമായി ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനായി തീരും. കാരണം അവനിലെ മാലിന്യങ്ങളെല്ലാം ചരൽ കൂമ്പാരം നീക്കിക്കളയുന്നത് പോലെ പ്രാർത്ഥനയാകുന്ന ചരൽ നമ്മളെ നീക്കി നല്ല ശുദ്ധമുള്ള വ്യക്തികളാക്കി തീർക്കും. അതുകൊണ്ടാണ് ഏത് ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഏത് സമയമില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്ന് പറയുന്നത്. നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തി ശുദ്ധിയുള്ളവനായി തീരും. കുറവുകൾ ഒത്തിരി ഉണ്ടെങ്കിലും അവൻ ശുദ്ധി ഉള്ളവനായി തീരും. അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവൻ എപ്പോഴും പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ തെളിഞ്ഞ വെള്ളം പോലെയായിരിക്കും അവൻ്റെ ജീവിതമെന്ന് പറയുന്നത്. അവനിൽ മാലിന്യം കാണുകയില്ല. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ഏത് രോഗങ്ങൾ വന്നാലും, ഏത് തകർച്ചകൾ വന്നാലും ആ വ്യക്തി ഒരിക്കലും തകർന്നു പോവുകയില്ല. കാരണം ചരൽ കൂമ്പാരത്തിൻ്റെ അടിയിൽ കിട്ടിയ തെളിഞ്ഞ വെള്ളം പോലെയായിരിക്കും അവൻ്റെ മനസ്സ്. അവനെ ഒരിക്കലും ഒരു സാധനത്തിനും ഒരു വ്യക്തിക്കോ ഒന്നിനും തളർത്തിക്കളയുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി തീരുക. ആ പ്രാർത്ഥന നമ്മളെ ശുദ്ധീകരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.